നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിഷേധവുമായി ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളുടെ ധർണാ സമരത്തെ ജില്ലാ കളക്ടർ വിലക്കിയത് വാക്കേറ്റത്തിനിടയാക്കി. ഇടത് ഭരണത്തെ സഹായിക്കുന്ന നിലപാടാണ് കളക്ടർ സ്വീകരിച്ചതെന്ന് മുസ്ലിം ലീഗ്. കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിൽ, മലയാളി ഡ്രൈവർ അർജുനെ കണ്ടെത്തുവാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതം. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം, പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് അപകട സാധ്യത ഉയർത്തുന്നു. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. കർക്കിടക തെയ്യങ്ങൾ വടക്കേ മലബാറിലെ വീടുകളിൽ എത്തിത്തുടങ്ങി. പഞ്ഞമാസത്തിന്റെ ദോഷങ്ങൾ അകറ്റാനെത്തുന്ന കുട്ടിത്തെയ്യങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്നാണ് വിശ്വാസം. കുഞ്ചത്തൂർ LP സ്കൂൾ ശോചനീയാവസ്ഥയിൽ. ക്ലാസ് മുറികൾ ചോർന്നൊലിക്കുന്നതും സുരക്ഷിതത്വമില്ലായ്മയുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ദുരിതമായി മാറുന്നു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച കേരള സർക്കാരിനെതിരെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററും മുൻ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുമായ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. 2023-24 സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ച ബജറ്റ് വിഹിതം പൂർണ്ണമായും നൽകാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കുകയാണെന്നാരോപിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കാസർഗോട്ടും പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാവിലെ വിദ്യാനഗർ DCC ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. മാർച്ചിന് ശേഷം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററും മുൻ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുമായ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ ന്യായമായ പഞ്ചായത്തുകളെ ഒരിക്കലും തന്നെ നിർവീര്യമാക്കാൻ ഒരിക്കലും തന്നെ മുസ്ലിം ലീഗോ നമ്മുടെ ജനപ്രതിനിധികളോ അനുവദിക്കുകയില്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുവദിച്ച തുക എത്രയും പെട്ടെന്ന് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്ത തുക എത്രയും വേഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറണം. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VK ബാവ, ജനറൽ സെക്രട്ടറി മുജീബ് കമ്പാർ, ട്രഷറർ അഷ്റഫ് കർല, മുസ്ലിം ലീഗ് നേതാക്കളായ കല്ലട്ര മാഹിൻ ഹാജി, A. അബ്ദുൽ റഹ്മാൻ, NA നെല്ലിക്കുന്ന് MLA, PM മുനീർ ഹാജി, AKM അഷ്റഫ് MLA, AGC ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പോഷക സംഘടന ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളുടെ ധർണാ സമരത്തെ ജില്ലാ കളക്ടർ വിലക്കിയത് വാക്കേറ്റത്തിനിടയാക്കി. സമീപത്ത് സ്കൂളുകളുണ്ടെന്ന കാരണം പറഞ്ഞായിരുന്നു കളക്ടർ K. ഇമ്പശേഖർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് എതിർവശം കെട്ടിയ സമരപന്തലിൽ നടത്തുവാനിരുന്ന ധർണാ സമരം വിലക്കിയത്. സംഭവത്തിലൂടെ ഇടതു ഭരണത്തെ സഹായിക്കുന്ന നിലപാടാണ് കളക്ടർ സ്വീകരിച്ചതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച കേരള സർക്കാരിനെതിരെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നടത്താനിരുന്ന ധർണ ജില്ലാ കളക്ടർ വിലക്കിയതാണ് വാക്കേറ്റത്തിനിടയാക്കിയത്. സമീപത്ത് സ്കൂളുകളുണ്ടെന്ന കാരണം പറഞ്ഞായിരുന്നു കളക്ടർ K. ഇമ്പശേഖർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് എതിർവശം കെട്ടിയ സമരപന്തലിൽ നടത്തുവാനിരുന്ന ധർണാ സമരം വിലക്കിയത്. പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഫണ്ടില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. സാറിന് അറിയല്ലോ എത്രയോട് ഈ വിജയം നമ്മൾ ചേരുന്നുണ്ട്, ഒന്നും നടക്കില്ലല്ലോ. സാറിനോട് എല്ലാ സ്നേഹത്തിന്റെ മുകളിൽ സാറിനോട് പറയും. സാർ എല്ലാ കാര്യത്തിലും വളരെ ന്യായമായിട്ട് ഇടപെട്ടൊരു സാറാണ്. ജില്ല നിങ്ങൾ വന്നതുപോലെ പഞ്ചായത്ത് സന്ദർശിച്ചെടുക്കാൻ നിങ്ങളാണ്. വേറെ ഒരു കലക്ടർ സാർ സന്ദർശിച്ചില്ല പഞ്ചായത്തിൽ. നിങ്ങൾക്കറിയാം പഞ്ചായത്ത്
നേരത്തെയും ഇവിടെ വിവിധ സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നുവെന്നും എന്നാൽ അന്നൊന്നും നടപടിയെടുക്കാത്ത കളക്ടർ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ പ്രതിഷേധം തടഞ്ഞതിലൂടെ ഇടത് ഭരണത്തെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂൾ ഉണ്ടാകുമ്പോൾ അവിടെ മൈക്ക് പ്രശ്നമാണ്, അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഇന്ന് സ്കൂൾ ഇല്ലാതിരുന്നിട്ട് പോലും സർക്കാരിന് ഓശാന പാടുന്ന രീതിയിൽ കളക്ടർ എടുത്ത നടപടി വളരെയേറെ പ്രതിഷേധാർഹമാണ് എന്ന് ഈ സമരത്തിൽ ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംഭവത്തിൽ മന്ത്രിമാർക്കുൾപ്പെടെ പരാതി നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുന്റെ ലോറി കണ്ടെത്തുവാൻ റഡാർ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ശനിയാഴ്ചത്തെ പരിശോധന. ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. കർണാടകയിലെ അങ്കോളയിലെ ശിരൂർ ഗ്രാമത്തിൽ ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീഴുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്നും 7 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിനിടെയാണ് അപകടത്തിൽ മലയാളി ഡ്രൈവർ അർജുനും അകപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പുറത്തുവന്നത്. കോഴിക്കോട് സ്വദേശിയായ അർജുൻ ബെലഗാവിയിൽ നിന്ന് മരം കയറ്റി വരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന സ്ഥലത്ത് വാഹനം നിർത്തി വിശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട്. ചായക്കടയിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇവരുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. ഒരു ടാങ്കർ ലോറിയിലുണ്ടായിരുന്ന 2 പേരെയും തിരിച്ചറിഞ്ഞു. തിങ്കളാഴ്ചയാണ് അർജുൻ അവസാനമായി വിളിച്ച് സംസാരിച്ചത്. ചൊവ്വാഴ്ച മുതൽ ഫോണിൽ കിട്ടുന്നില്ല. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ വിളിച്ചപ്പോൾ അർജുന്റെ ഫോൺ റിംഗ് ചെയ്തിരുന്നു. പിന്നീട് സ്വിച്ച് ഓഫ് ആയെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി വരെ ലോറിയുടെ എഞ്ചിൻ ഓണായിരുന്നുവെന്നാണ് ഭാരത് ബെൻസ് കമ്പനി വീട്ടുകാരെ അറിയിച്ചത്. വിഷയത്തിൽ കേരളം ശക്തമായി ഇടപെട്ടതോടെയാണ് മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയത്. കാസർഗോഡ്, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്കാണ് ഏകോപന ചുമതല. കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ 3 അംഗ സംഘം ഉടൻ ശിരൂരിലെത്തി. അർജുന്റെ ലോറി കണ്ടെത്തുവാൻ റഡാർ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ശനിയാഴ്ചത്തെ പരിശോധന. സൂറത്കൽ NITയിലെ വിദഗ്ധ സംഘമാണ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത്. ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനമാണിത്. ലോറിയുടെ സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്തും. ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. അർജുനടക്കം 15 പേരാണ് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് വിവരം. NDRF, SDRF, പോലീസ്, ഫയർഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. കൂടാതെ നാവികസേനയും സഹായത്തിനായുണ്ട്. അതേസമയം ഇടവിട്ടുള്ള കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ മഴക്കെടുതിയാണുണ്ടായത്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ളത് അപകട സാധ്യത ഉയർത്തുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. തുടർച്ചയായി പെയ്ത മഴയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ശനിയാഴ്ചയോടെ നേരിയ ശമനം. ഒരാഴ്ചയോളം തുടർച്ചയായി പെയ്ത മഴയിൽ ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. തീരദേശത്തും കിഴക്കൻ മലയോരത്തുമാണ് മഴയിൽ വലിയ നാശമുണ്ടായത്. മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമായിരുന്നു നഷ്ടങ്ങളേറെയും സംഭവിച്ചത്. പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിരുന്നു. കനത്ത മഴയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ളതിനാൽ വലിയ അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അവസാന 24 മണിക്കൂറിൽ 80.733 mm മഴയാണ് ലഭിച്ചത്. മഞ്ചേശ്വരത്ത് 42, ഉപ്പള 56.3, പൈക്ക 65, മധൂർ 66, വിദ്യാനഗർ 55.4, പടിയത്തെടുക്ക 81.4, കല്യോട്ട് 114.8, ഷേണി 86.4, എരിക്കുളം 86.4, ചീമേനി 79.6, വെള്ളച്ചാൽ 102.6 mm മഴ ലഭിച്ചു. കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ ഇതുവരെ 164 വീടുകൾ പൂർണ്ണമായും 10 എണ്ണം ഭാഗികമായും തകർന്നു. 2 ചുറ്റുമതിലുകളും തകർന്നു. ജില്ലയിൽ കാലവർഷത്തെ തുടർന്ന് ഉപ്പള, ഷിറിയ പുഴകളിലെ ജലനിരപ്പ് അപകടനില കടന്നിട്ടുണ്ട്. ചന്ദ്രഗിരി, മൊഗ്രാൽ, കാര്യങ്കോട്, നീലേശ്വരം പുഴകളിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് നില കടന്നു. ഈ സാഹചര്യത്തിൽ പുഴയുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പലയിടങ്ങളിലും വീടുകൾ ഉൾപ്പെടെ അപകട ഭീഷണി നേരിടുന്നുണ്ട്.
മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും ജില്ലയിൽ മഴ മൂലമുണ്ടായ ദുരിതത്തിന് അറുതിയില്ലാത്ത അവസ്ഥയാണ്. എങ്കിലും മഴ കുറഞ്ഞത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കടക്കം വലിയ ആശ്വാസം പകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സെർവൻസ് ഓഫ് സൊസൈറ്റിയുടെ ആരോഗ്യരത്ന അവാർഡ് VPS ലക്ഷർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ളയ്ക്ക്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് സോഫി തോമസിന്റെ സാന്നിധ്യത്തിൽ കേരള വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കറിയയിൽ നിന്ന് SK അബ്ദുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കുള്ള അംഗീകാരമാണ് സെർവൻസ് ഓഫ് സൊസൈറ്റിയുടെ ആരോഗ്യരത്ന അവാർഡ്. ആതുര സേവന രംഗത്തെ അർപ്പണബോധത്തിന്റെയും സേവനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് SK അബ്ദുള്ള ബഹുമതിക്ക് അർഹനായത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് സോഫി തോമസിന്റെ സാന്നിധ്യത്തിൽ കേരള വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കറിയയിൽ നിന്ന് SK അബ്ദുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. സമൂഹത്തിന്റെ ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മെഡിക്കൽ പരിചരണവും സേവനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിലവിലെ അശ്രാന്ത പരിശ്രമങ്ങൾ തുടരും. അവാർഡ് സ്വീകരിച്ചുകൊണ്ട് SK അബ്ദുള്ള പറഞ്ഞു. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്രാമവഴികളിൽ ചിലങ്കകൾ കിലുക്കി കർക്കിടക തെയ്യങ്ങൾ വടക്കേ മലബാറിലെ വീടുകളിൽ എത്തിത്തുടങ്ങി. പഞ്ഞമാസത്തിന്റെ ദോഷങ്ങൾ അകറ്റാനെത്തുന്ന കുട്ടിത്തെയ്യങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. നിറഞ്ഞു പെയ്യുന്ന മഴയത്തും വടക്കേ മലബാറിൽ വീടുകൾ തോറും കയറിയിറങ്ങുകയാണ് കർക്കിടക തെയ്യങ്ങൾ. കർക്കിടകത്തിലെ ആദികളും വ്യാധികളും ആടിയൊഴിപ്പിക്കാനാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിലെത്തുന്നത്. ഓരോ മേഖലയിലും തെയ്യം കെട്ടാൻ അവകാശമുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കോലമണിയുക. മുഖത്തും ദേഹത്തും ചായം തേച്ച് കിരീടവും ചുവന്ന ആടയാഭരണങ്ങളും അണിഞ്ഞ കർക്കിടക തെയ്യങ്ങൾ മലബാറിന്റെ മാത്രം പ്രത്യേകതയാണ്. കർക്കിടകത്തിലെ മഴയെ വകവയ്ക്കാതെ വീടിന്റെ പടി കടന്നെത്തുന്ന സങ്കല്പങ്ങളിലെ ഐശ്വര്യവാഹകരെ നിലവിളക്കേന്തി നാടും വീടും സ്വീകരിക്കുന്നു. കുട്ടിത്തെയ്യമെന്നും ആടിവേടൻ തെയ്യമെന്നും വിളിക്കുന്ന കർക്കിടക തെയ്യം വീടുകളിൽ മണികിലുക്കിയും ചെണ്ടമുട്ടിയും എത്തുമ്പോൾ വിളക്ക് തിരിയും മഞ്ഞളും ചുണ്ണാമ്പും കലർത്തിയ ഗുരുസിവെള്ളം തളികയിൽ നൽകുന്നു. തെയ്യം വീടിനു മുന്നിൽ ആടിയതിനു ശേഷം ഈ വെള്ളം കളത്തിൽ തിരിവെച്ച് വട്ടത്തിലൊഴിച്ചാൽ അവിടെ ദാരിദ്ര്യമോ പട്ടിണിയോ അസുഖങ്ങളോ ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം. ശിവനും അർജുനന് പാസുവാസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പാർവതി കാട്ടാളത്തിയായിട്ടും ശിവൻ കാട്ടാളനായിട്ടും പുറപ്പെട്ടതാണ് ആസുവാസ്ത്രം കൊടുക്കാൻ വേണ്ടി. അതിന് തോട്ടത്തിൽ പറയലെന്നെ വീരസകളി കുളീരതിലിൽ 16 മാരിവയം അതാണ് തോട്ടത്തിൻ്റെ. തെയ്യത്തിന് കാണിക്കയ്ക്ക് പുറമെ വീട്ടുകാർ അരിയും എണ്ണയും മറ്റും നൽകുകയും ചെയ്യും. മലയ സമുദായക്കാർ ആടിവേടൻ തെയ്യവും വണ്ണാൻ സമുദായക്കാർ വേടത്തി, നാൽക്കത്തായ സമുദായക്കാർ ഗളിഞ്ചൻ തെയ്യവുമാണ് കെട്ടിയാടുന്നത്. നാടിന്റെ ക്ഷേമത്തിനായി കർക്കിടകം 31 വരെ ഓരോ വീടുകളിലും കൈമണികളും കിലുക്കി കർക്കിടക തെയ്യമെത്തും. വീടുകൾ തോറും കയറിയിറങ്ങി മടങ്ങുന്ന കർക്കിടക തെയ്യങ്ങൾ മലബാറിന്റെ മാത്രം സൗന്ദര്യമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 100 വർഷങ്ങൾ പിന്നിടുകയും ആയിരക്കണക്കിന് പേർക്ക് അറിവ് പകർന്നു നൽകുകയും ചെയ്ത കുഞ്ചത്തൂർ LP സ്കൂൾ ശോചനീയാവസ്ഥയിൽ. ക്ലാസ് മുറികൾ ചോർന്നൊലിക്കുന്നതും സുരക്ഷിതത്വമില്ലായ്മയുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് ദുരിതമായി മാറുന്നു. ആരംഭിച്ചതു മുതൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിലൂടെയും സമൂഹത്തിലെ മാറ്റങ്ങളുടെ ചാലകശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിദ്യാലയമാണ് കുഞ്ചത്തൂർ LP സ്കൂൾ. 100 വർഷങ്ങൾ പിന്നിട്ട ഈ വിദ്യാലയം ഇന്ന് ശോചനീയാവസ്ഥയിലാണ്. ആധുനിക സൗകര്യങ്ങളുടെ അഭാവവും മറ്റ് പ്രശ്നങ്ങളും സ്കൂളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ്. 175 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സ്കൂൾ കെട്ടിടം ചോർന്നൊലിക്കുന്നതിനാൽ വെള്ളം നിറഞ്ഞ മുറിയിലാണ് കുട്ടികളുടെ പഠനം. വീൽ ചെയറിലെത്തുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ വരവിനെ വഴിമുടക്കിയതായും ആക്ഷേപമുണ്ട്. കുട്ടികളുടെ കായിക കഴിവുകൾ പുറം ലോകത്തെത്തിക്കുവാൻ പര്യാപ്തമായ മൈതാനമില്ലാത്തത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലും അകത്തുവരെ ആംബുലൻസ് കയറാൻ വഴിയില്ലാതായിരിക്കുകയാണ്. ഇത് രക്ഷിതാക്കളെ ആശങ്കയിലാഴ്ത്തുന്നു. സ്കൂൾ പരിസരത്തെ മതിലും തകർന്നിട്ടുണ്ട്. വിഷപ്പാമ്പുകളും ഈ പരിസരത്ത് കാണപ്പെടുന്നുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. ഈ സ്കൂള് 100 ആണ്ട് കഴിഞ്ഞ സ്കൂള് ഇത്രയോ ലക്ഷക്കണക്കിന് കിടാക്കൂടെ പഠിച്ചിട്ട് പോയിനാര്. ഇത്രയെല്ലാം വലിയ വലിയ പണിയിലുള്ള ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ്, ഡോക്ടർ, എഞ്ചിനീയേഴ്സ്, വലിയ വലിയ ഓഫീസേഴ്സ് എല്ലാം ആയിട്ട്. അങ്ങനത്തെ സ്കൂളിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്തെന്ന് വെച്ചാൽ ആ സ്കൂളിൽ നേരെ കിടാക്കൾക്ക് പഠിക്കാനും കഴിയുന്നില്ല. മഴക്കാലത്ത് ചോരുന്നു.
അല്ലാതെ കളിക്കോനി ഗ്രൗണ്ടില്ല. നമ്മളെ ബഹുമാനപ്പെട്ട MLA AK അഷ്റഫ് സാബ് വന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു ബിൽഡിങ് ഞങ്ങൾ ചെലുത്തി MLA ഫണ്ടിലാക്കി തരാഞ്ചിട്ട് അളിച്ചെത്തി പോയി പ്രോമിസ് തന്നിട്ട് പോയി. അപ്പോൾ ആ സ്കൂളിൻ്റെ മെയിൻ്റെനൻസും അത് ഇതെല്ലാം മഞ്ചേശ്വരം പഞ്ചായത്ത് ആക്കുന്ന കഴിഞ്ഞ ഒരു 1.5 ലക്ഷം രൂപ വെച്ചിട്ട് കുറേ പണിയെല്ലാം എടുപ്പിച്ചിരുന്നു. ഇൻ്റർലോക്ക് ഇട്ട് ഈ ബര അല്ല പപ്പ ബീന്ന് ബൗണ്ടറി ആ ബരന കെട്ടിച്ചിട്ട് കുറച്ച് ടൈം ആകുമ്പോൾ അത് ബീത്തുന്നു അങ്ങനെ ആയിക്കൊണ്ടുണ്ട്. അപ്പോൾ ആ സ്കൂളിനെ എല്ലാ തരത്തിലും ഡെവലപ്പ് ആക്കിയിട്ട് എടുക്കുന്നതിന് വേണ്ടി മറ്റേന്ന് തിങ്കളാഴ്ച ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിനി. ആയിരക്കണക്കിന് പേരുടെ ഭാവി രൂപപ്പെടുത്തിയ ഈ സ്കൂളിൽ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കപ്പെടാത്തത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി മാറുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അടിയന്തര ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂളിലെ തകരാർ പരിഹരിച്ച് അക്കാദമിക നിലവാരം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ശതാബ്ദി പിന്നിടുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം വീണ്ടും സ്തുത്യർഹമായ നേട്ടങ്ങൾ കൈവരിക്കണമെന്നാണ് ഏവരുടെയും ആഗ്രഹം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ഭാഗമായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം KPSTA സംസ്ഥാന സെക്രട്ടറി GK ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിച്ച് ലോകശ്രദ്ധയാകർഷിച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KPSTA സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി GK ഗിരീഷ് മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. അധ്യാപകരുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങളിൽ സജീവ ഇടപെടൽ നടത്തുന്നതിൽ മടി കാട്ടാത്ത ഭരണാധികാരി കൂടിയായിരുന്നുവെന്നും ഗിരീഷ് പറഞ്ഞു. കേരളത്തിൽ ഏതൊക്കെ കാലത്ത് UDF ഗവൺമെൻറ് അധികാരത്തിലുണ്ടായിരുന്നുവോ ആ കാലത്തുള്ള മുഖ്യമന്ത്രിമാരാണ് കേരളത്തിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും ആനുകൂല്യങ്ങളും അവകാശങ്ങളും അനുവദിച്ചു നൽകി. അത് CK കരുണാകരനായാലും AK ആന്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും ഒക്കെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും മുഖവിലക്കെടുത്തുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി നൽകിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് യഥാസമയം അവകാശങ്ങൾ നൽകുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത മുഖ്യമന്ത്രിമാരിൽ ഉന്നതനായിരുന്നു ഉമ്മൻചാണ്ടി. KK സജിത്ത് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് AEOയും ഗാന്ധിയൻ പ്രവർത്തകനുമായ KV രാഘവൻ മാസ്റ്റർ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ P ശശിധരൻ, K ശ്രീനിവാസൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് P ചന്ദ്രമതി, PC ചിത്രേശൻ, CP പ്രീതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് പനി ബാധിച്ച് +1 വിദ്യാർത്ഥി മരിച്ചു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി K വൈശാഖാണ് മരിച്ചത്. ബേഡകം ചേരിപ്പാടി സ്വദേശിയാണ്. പനി ബാധിച്ച് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന വിദ്യാർത്ഥി വെള്ളിയാഴ്ച രാത്രിയോടെ മരിച്ചു. ഒരാഴ്ച മുൻപാണ് പനി ബാധിച്ചത്. മാതാവ് പ്രസന്ന ഇരുവൃക്കകളും നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്തു വരികയായിരുന്നു. പിതാവ് ചേരിപ്പാടിയിലെ ടാക്സി ഡ്രൈവർ മധുസൂദനൻ, സഹോദരൻ വൈഷ്ണവ്. PV ഷാജികുമാർ രചിച്ച മരണവംശം എന്ന നോവൽ പ്രകാശനം ചെയ്തു. നടൻ രാജേഷ് മാധവന് കൈമാറി എഴുത്തുകാരൻ ബെന്യാമിൻ പ്രകാശനം നിർവഹിച്ചു. പ്രാദേശിക തലത്തിൽ എഴുതുകയും അത് സാർവദേശീയ തലത്തിൽ ഉയർത്തുകയും ചെയ്യുകയെന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണെന്നും ഈ വെല്ലുവിളിയെ അതിജീവിക്കുന്നതാണ് ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവലെന്നും എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞു. വായിച്ചു കഴിഞ്ഞ് മടക്കി വയ്ക്കുമ്പോൾ ശൂന്യമായ അവസ്ഥയല്ല, മറിച്ച് അതിലൊരു കഥയുണ്ടെന്ന് ബോധ്യമാകുന്ന നോവൽ. കൊടുങ്കാറ്റിൽ അകപ്പെടുന്ന കരിയിലയെപ്പോലെ വായനക്കാരെ കൊണ്ടുപോകുകയും കഥയ്ക്കുള്ളിൽ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. വായനക്കാരെ പിടിച്ചുലയ്ക്കുന്ന ഭാഷ മരണവംശത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വായനക്കാരനെ പിടിച്ചു നിർത്തുന്ന, പിടിച്ചുലയ്ക്കുന്ന ഒരു ഭാഷ ആ നോവലിനുണ്ട് എന്നുള്ളത്. ഈ കാലത്ത് ഭാഷ വളരെ ലളിതമായിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു രീതി വന്നു. രണ്ട് പലപ്പോഴും പറയുന്നത് ഒറ്റ ഇരുപ്പിൽ വായിക്കാൻ കഴിഞ്ഞ നോവൽസ് എന്നുള്ളതാണ്. പുതിയ മലയാള ഭാഷയിൽ എഴുതുന്നത് ഭാഷമാണ് ഒറ്റ ഇരുപ്പിന് വായിച്ചു എന്നുള്ളത്. ആടുജീവിതമാണ് തുറന്നു കൊടുത്തതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അപകടം നോവൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോവലെല്ലായ്പ്പോഴും ഒറ്റ ഇരുപ്പിന് വായിക്കേണ്ടതൊന്നുമല്ല. അത് ചിലപ്പോൾ ദിവസങ്ങളെടുത്തോ മാസങ്ങളെടുത്തോ വർഷങ്ങളെടുത്തോ നമ്മൾ വളരെ വളരെ ആസ്വദിച്ച് വളരെ വളരെ നുണഞ്ഞ് അനുഭവിക്കേണ്ട ഒന്നാണ് ഏതൊരു പുതിയമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഒറ്റയിൽ വായിച്ചു തീർത്ത് നമ്മുടെ വായിച്ചതിന് വേറെ കൊണ്ടുപോകാനാണ്.
നടൻ രാജേഷ് മാധവൻ പുസ്തകം ഏറ്റുവാങ്ങി. മരണവംശം സിനിമയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് അധ്യക്ഷനായി. എഴുത്തുകാരായ EP രാജഗോപാലൻ, ലിജീഷ് കുമാർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, മാതൃഭൂമി കണ്ണൂർ റീജിയണൽ മാനേജർ ജഗദീഷ് ജി, സ്റ്റാഫ് റിപ്പോർട്ടർ EV ജയകൃഷ്ണൻ, PV ഷാജികുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ഗോൾഡിന്റെയും കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിന്റെയും സഹകരണത്തോടെ രക്ഷിതാക്കൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഡിയർ പാരന്റ്, കുട്ടികൾക്കൊരു കരുതൽ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ഗോൾഡിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഡിയർ പാരന്റ്, കുട്ടികൾക്കൊരു കരുതൽ രക്ഷിതാക്കൾക്കുള്ള പരിശീലന പരിപാടി കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കുട്ടികൾക്ക് ഒരു മാതൃകയാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3 മടി, മടുപ്പ്, മറവി. നമുക്കറിയാം, നമുക്ക് ഓരോ ദിവസത്തെ ജീവിതവും ഒരു നന്മയും അല്ലെങ്കിൽ തിന്മയും തമ്മിലുള്ള ഒരു ബലാബലമാണ്. അത് കുട്ടികളെ മാത്രമല്ല, നമ്മളായാലും ശരി. മദ്യപിക്കണം എന്നുള്ള തോന്നലിനെ അടിച്ചു നിർത്തൽ രക്ഷകർത്താവ്. മദ്യപിക്കണം എന്നുള്ള തോന്നൽ എൻ്റെ മനസ്സിലേക്ക് ഒരു തിന്മയായി വരുന്നു. ബാർ എന്ന ബോർഡ് കണ്ടാൽ അങ്ങോട്ട് പോകുന്നതിനോട് ഞാൻ ഇങ്ങോട്ട് പോകും ബാർ, അത് ഒരു തിന്മയാണ്. ബാർ എന്ന ബോർഡ് കണ്ടാൽ ഓട്ടട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നന്മയാണ്. മദ്യപിക്കും, അത് ഒരു നന്മയും തിന്മയും തമ്മിലുള്ള ബന്ധമാണ്. ലഹരിക്കെതിരെയുള്ള ഏത് മീറ്റിങ്ങിൽ പോകുമ്പോഴും ഞാൻ ഒരു കാര്യം പറയാറുണ്ട്. അതായത്, ഞാൻ സാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. ഞാനൊരു സാംസ്കാരിക പ്രവർത്തകനേ അല്ല. ഞാൻ വോളിബോൾ കളി ഉദ്ഘാടനം ചെയ്യാൻ പോലുണ്ട്. ഇതൊക്കെ എന്നുള്ള പരിപാടി എനിക്കറിയില്ല. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ CK ശ്യാമള അധ്യക്ഷത വഹിച്ചു. ചിന്മയ വിദ്യാലയം പ്രിൻസിപ്പൽ C ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സുൽത്താൻ ഗോൾഡ് മാനേജർ നിതിൻ മനോഹരൻ, കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ് പ്രതിനിധികളായ NR പ്രശാന്ത്, CPV വിനോദ് കുമാർ, സതി S നായർ, ജോജോ, ഡോക്ടർ U കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു. ചൈൽഡ് സൈക്കോളജി, പാരന്റിംഗ്, വീടുകളിലെ ആശയവിനിമയം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ഇന്റർനാഷണൽ GCI ട്രെയിനർ V വേണുഗോപാൽ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SSF കാഞ്ഞങ്ങാട് ഡിവിഷൻ സാഹിത്യോത്സവ് 21 ഞായറാഴ്ച പാണത്തൂരിൽ നടക്കും. പ്രശസ്ത സാഹിത്യകാരൻ സതീശൻ MK വെള്ളരിക്കുണ്ട് ഉദ്ഘാടനം ചെയ്യും. SSF 31ാമത് എഡിഷൻ ഡിവിഷൻ സാഹിത്യോത്സവത്തിന് പാണത്തൂർ വേദിയാകും. യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ മത്സരങ്ങൾക്ക് ശേഷം ജില്ലാ, സ്റ്റേറ്റ്, നാഷണൽ തലങ്ങളിൽ മത്സരങ്ങൾ നടക്കും. കാഞ്ഞങ്ങാട്, നീലേശ്വരം, അജാനൂർ, പരപ്പ, പാണത്തൂർ എന്നീ 5 സെക്ടറുകളിൽ നിന്ന് 200-ലധികം മത്സരാർത്ഥികൾ 150 ഇനങ്ങളിലായി 8 കാറ്റഗറിയിലായാണ് മത്സരത്തിൽ പങ്കെടുക്കുക. മത്സരങ്ങൾക്കായി 5ഓളം സ്റ്റേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സംഗമത്തിൽ സ്വാഗത സംഘം കൺവീനർ ഷുഐബ് സഖാഫി സ്വാഗതം പറയും. ചെയർമാൻ ഷിഹാബുദ്ദീൻ അഹ്സനി അധ്യക്ഷത വഹിക്കും. പ്രശസ്ത സാഹിത്യകാരൻ സതീശൻ MK വെള്ളരിക്കുണ്ട് ഉദ്ഘാടനം ചെയ്യും. SSF കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഇർഷാദ് കളത്തൂർ സാഹിത്യ പ്രഭാഷണം നടത്തും. പ്രമുഖ കഥാകൃത്ത് ഗണേശൻ നായരോട്ട് മുഖ്യാതിഥിയായിരിക്കും. സമാപന സംഗമം SSF കാഞ്ഞങ്ങാട് ഡിവിഷൻ പ്രസിഡന്റ് ജമാൽ ഹിമമി സഖാഫിയുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് കാഞ്ഞങ്ങാട് സോൺ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മൗലവി കൊളവയിൽ ഉദ്ഘാടനം ചെയ്യും. SSF നാഷണൽ സെക്രട്ടറി ഡോക്ടർ ഷെറിൻ സന്ദേശ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഷിഹാബുദ്ദീൻ അഹ്സനി, ജമാൽ ഹിമമി സഖാഫി, റിയാസ് ബദവി, ഇക്ബാൽ നഗർ, മുസമിൽ പഴയകടപ്പുറം, അസദ് നയീമി, ഹമീദ് അയ്യങ്കാവ്, നൌഷാദ് ചുള്ളിക്കര എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കനത്ത മഴയിലും ആവേശമായി കാസർഗോഡ് ജില്ലാ വടംവലി മത്സരം. ചിറപ്പുറം മിനി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ ജില്ലാ വടംവലി അസോസിയേഷനും BAC ചിറപ്പുറം സംയുക്തമായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് ചിറപ്പുറം മിനി സ്റ്റേഡിയത്തിൽ നടന്നു. 88 പോയിന്റുമായി കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 28 പോയിന്റുമായി GHSS ബന്തെടുക്കുകയും സെന്റ് തോമസ് HS തോമാപുരവും 2ാം സ്ഥാനം പങ്കിട്ടു. 16 പോയിന്റുമായി ബാനം ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 3ാം സ്ഥാനം. 11 കാറ്റഗറി വിഭാഗത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. സമാപന ചടങ്ങ് വടംവലി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. വടംവലി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KP അരവിന്ദാക്ഷൻ ട്രോഫികൾ വിതരണം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രവീൺ മാത്യു,
കൃപേഷ് മണ്ണട്ട, റിജു മാസ്റ്റർ, ബാബു കോട്ടപ്പാറ, രാജീവൻ ഏഴാം മൈൽ, സുനിൽ പെർലടുക്കം തുടങ്ങിയവർ മത്സരം നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിഷേധവുമായി ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ്. കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളുടെ ധർണാ സമരത്തെ ജില്ലാ കളക്ടർ വിലക്കിയത് വാക്കേറ്റത്തിനിടയാക്കി. ഇടത് ഭരണത്തെ സഹായിക്കുന്ന നിലപാടാണ് കളക്ടർ സ്വീകരിച്ചതെന്ന് മുസ്ലിം ലീഗ്. കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിൽ. മലയാളി ഡ്രൈവർ അർജുനെ കണ്ടെത്തുവാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതം. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് അപകട സാധ്യത ഉയർത്തുന്നു. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. കർക്കിടക തെയ്യങ്ങൾ വടക്കേ മലബാറിലെ വീടുകളിൽ എത്തിത്തുടങ്ങി. പഞ്ഞമാസത്തിന്റെ ദോഷങ്ങൾ അകറ്റാനെത്തുന്ന കുട്ടിത്തെയ്യങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്നാണ് വിശ്വാസം. കുഞ്ചത്തൂർ LP സ്കൂൾ ശോചനീയാവസ്ഥയിൽ. ക്ലാസ് മുറികൾ ചോർന്നൊലിക്കുന്നതും സുരക്ഷിതത്വമില്ലായ്മയുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ദുരിതമായി മാറുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.